ഒരു വലിയ ടീം ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഫ്രെയിമിലേക്ക് ഇതുവരെ ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടിരുന്നത് ജോസിലിനെയും സുജുവിനെയും ആയിരുന്നു. സുനിൽ അരുമാനൂരിനെയും കണ്ടു. ഇനി എത്താൻ പോകുന്നത് ശരത്ചന്ദ്രനും ഒപ്പം സാലി മുഹമ്മദുമാണ്. നമ്മുടെ ചേലക്കര ടീം കഴിഞ്ഞ ദിവസങ്ങളായി പാലക്കാടും വയനാടും കാണുന്നതിന് സമാനമായി തന്നെ എത്രയോ ദിവസങ്ങളായി സജീവമായി തന്നെ ഈ പ്രചാരണ രംഗത്തുണ്ട്. ഗുഡ് മോർണിംഗ് ശരത്തേട്ട, സാലിക. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. രാവിലെ ഞങ്ങളെല്ലാവരും ചേലക്കരയിൽ ഇങ്ങനെ വളരെ സജീവമായിട്ടുണ്ട്. അതുപോലെ വയനാട് രാവിലെ കാവ്യ പറഞ്ഞു തുടങ്ങിയതാണ്. പാലക്കാടിനൊരു അല്പം റെസ്റ്റ്, അതേസമയം ചേലക്കരയിലേക്കും വയനാട്ടിലേക്കുമാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെയും ശ്രദ്ധ അങ്ങനെ തന്നെയാണ്. രാവിലെ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചേലക്കരയുടെ ഒരു വളരെ ഗൗരവമായ രാഷ്ട്രീയ ആവേശത്തെ ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കാൻ പോകുന്നു. രാവിലെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി UR പ്രദീപ് ഗുഡ് മോർണിംഗ് കേരളത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേലക്കരയുടെ രാധേട്ടൻ എന്ന കെ രാധാകൃഷ്ണൻ, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, MP ആലത്തൂരിൻ്റെ MP കെ രാധാകൃഷ്ണൻ രാവിലെ ചേലക്കരയെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടു. അതുപോലെ റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിയുടെ കാഴ്ച, ഇതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ റവന്യൂ മന്ത്രിയെ കണ്ടു. അങ്ങനെ വിവിധ തലങ്ങളിലൂടെ ചേലക്കരയും അതുപോലെ തന്നെ അനൂപ് വയനാടിൻ്റെ ഒരു പൊതു അന്തരീക്ഷം വിശദീകരിച്ചു കൊണ്ടുവന്നു. വയനാട്ടിലും ഈ പറഞ്ഞതുപോലെ തീരുകയാണ് പ്രചാരണം, ഇന്ന് പരസ്യ പ്രചാരണം തീരുകയാണ്. അപ്പോൾ ഇതെല്ലാം വന്ന് ഒടുവിൽ ചേലക്കരയിൽ എത്തിച്ചേരുന്നത് ഈ കാണുന്ന ചേലക്കര ബസ് സ്റ്റാൻഡിലാണ്. കാവ്യ, ഈ ചേലക്കര ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് കലാശക്കൊട്ട്. ഇവിടെ പല ഭാഗങ്ങളിലായി LDFിനും UDFിനും അതുപോലെ തന്നെ BJPക്കുമായി NDA മുന്നണിക്കുമായി വിധിച്ചു നൽകിയിട്ടുണ്ട്. വൈകുന്നേരമാകുമ്പോഴേക്കും 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തും. കലാശക്കൊട്ടിലേക്ക് ആഴ്ചകൾ നീണ്ട ആവേശകരമായ രാഷ്ട്രീയ പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഈ മുന്നണികളുടെ പ്രവർത്തകരൊക്കെയും ഇവിടേക്ക് എത്തും. അതുവരേക്കും ഇതൊരു ബസ് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ ഇരിക്കും. ബസ് സ്റ്റാൻഡിൽ ഈ ചേലക്കരയിൽ വന്ന് ഓരോ നാട്ടിലേക്കൊക്കെ പോകാനുള്ള ആളുകളുണ്ടാകും. ഗുഡ് മോർണിംഗ്. ഇത് എവിടെയാണ് രാവിലെ, എങ്ങോട്ടേക്കാണ്? അച്ഛനെയും കൊണ്ട്. എന്നിട്ട് അച്ഛൻ എവിടെ? നമസ്കാരം. അപ്പോൾ ബ്ലഡ് എടുത്തു കൊടുക്കാനായിട്ട് വന്നതാ. അച്ഛന് ചെറുതായൊരു സ്കാനിങ്ങിന് വേണം തലയ്ക്ക്. അപ്പൊ അതിനു വേണ്ടി വന്നതാ. ഇവിടെയാണോ, ചേലക്കരയാണോ? ചേലക്കര നാട്യഞ്ചിറ പറഞ്ഞ സ്ഥലത്താണ്. അല്ല, ഈ വരുന്നത് കാണുന്നത് ഏത് ആശുപത്രിയിലാണ്? ചേലക്കര വെങ്ങാനല്ലൂർ സൊസൈറ്റിയുടെ ഒരു നീതി സ്റ്റോർ ഉണ്ട്, മെഡിക്കൽ ലാബ്. നീതി സ്റ്റോർ ആണ്, സഹകരണ വകുപ്പിന്റെ. വില കുറവാണോ? ടെസ്റ്റിന് റേറ്റ് കുറവാണോ? റേറ്റ് കുറവാണ്. കാരണം ഞങ്ങള് തൃശ്ശൂര് പാട്ടരായിക്കില് സുധർമ്മയിൽ പോയി ചെയ്തതിന്റെ 1/3 ഇവിടെ കൊടുക്കും. അത്ര കുറവുണ്ടല്ലേ? അത്രയും ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്തത്. ഇപ്പോഴാണ് ഇവിടെ ന്യൂസ് കിട്ടിയത് ഇവിടെ അങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നു, ബ്ലഡ് കൊടുത്തു. അച്ഛന് ആശുപത്രിയിലാണ് കാട്ടുന്നത്. ഇപ്പൊ നമ്മള് എന്താണ് ഇവിടെ മുഹരിക്കുന്ന് ഹോസ്പിറ്റലാണ് കാണിച്ചിരുന്നത്. അപ്പൊ അച്ഛന് മൂക്കുന്ന് ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുമ്പോ എന്താ പതെന്ന് അറിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. എങ്ങനെയുണ്ട് ചേലക്കരയുടെ ആരോഗ്യ സംവിധാനങ്ങളും ആശുപത്രികളും? സൂപ്പറല്ലേ? സൂപ്പറാ, അടിപൊളി സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിലുള്ള ഹോസ്പിറ്റലല്ല ഇപ്പോൾ മുഹാരിക്കുന്ന് ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ മേപ്പാടത്ത് ആയുർവേദ ഹോസ്പിറ്റൽ. ആർക്കും എങ്ങനെയും വന്ന് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ഡോക്ടറെ പോയി കാണാം, സംസാരിക്കാം. നല്ല സഹകരണം. നമ്മളെപ്പോലെ ഒരു സുഹൃത്തിനെ പോലെ തന്നെ ആ ഡോക്ടർമാർ പെരുമാറണം നമ്മളോട്. അതുപോലെ തന്നെ നമ്മുടെ കെ രാധാകൃഷ്ണൻ. ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പത്തിൽ കണ്ട ചേലക്കരയും ഇപ്പോൾ കാണുന്ന ചേലക്കരയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ എന്തെന്നപ്പോൾ പറയുക, നമ്മൾ ഈ കണിക്കൊന്ന പൂത്ത മാതിരിയാണ്. പണ്ടത്തെ ഇത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മിന്നാമിന്നിൻ്റെ വട്ടത്തിലുള്ള ആ ഇരുട്ടിലുള്ളൊരു മിന്നാമിന്ന് വരുമ്പോഴും പിന്നെ നമ്മളൊരു കണിക്കൊന്ന പൂത്ത് നിൽക്കുമ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം, തെളിച്ചം പ്രകാശമാണ് അന്നത്തെ ചേലക്കരയും ഇന്നത്തെ ചേലക്കരയും. കാരണം KR നാരായണൻ, K കരുണാകരൻ, K ബാലകൃഷ്ണൻ, MP താമി ഇവരെല്ലാം വന്ന് ജയിച്ചു പോയ മണ്ഡലമാണ്. അന്ന് ഒറ്റപ്പാലം നിയോജക മണ്ഡലമായിരുന്നു. ഇപ്പോൾ അത് ചേലക്കര നിയോജക മണ്ഡലം. അവരൊന്നും ഭരിക്കുമ്പോൾ ഇല്ലാത്ത ആ സിമെൻറ്റും മണലും കമ്പിയും ഈ K രാധാകൃഷ്ണൻ ജയിച്ചപ്പോഴേ കിട്ടിയുള്ളൂ. അതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എത്രയോ പാലങ്ങൾ, എത്രയോ സ്കൂളുകൾ, എത്രയോ ഹോസ്പിറ്റലുകൾ, എത്രയോ വീടുകൾ, എത്ര ജനങ്ങൾക്ക് ആ കുട്ടി ചെയ്തു. എൻ്റെ വീടിൻ്റെ അയൽവക്കക്കാരനാണ് രാധാകൃഷ്ണൻ. എൻ്റെ കൂടെ ഞങ്ങൾ തോന്നൂർക്കര സ്കൂളിൽ ഒപ്പം പഠിച്ചതുമാണ്. അത്ര ഉണ്ടായിട്ട് ഇന്ന് അതിന്റെ സ്നേഹം കൊണ്ട് പറയുന്ന വാക്കാണോ ഇത്? അല്ല, കാരണം ആ ഒരു ഇത്രയും നന്മകൾ ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടും അതൊന്നും ഇല്ല 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 എന്ന് പറയും. ഏത് നാവും കൊണ്ട് പറയും? ജനങ്ങൾക്ക് ഈ 2 കണ്ണുകൊണ്ട് കാണാവുന്നതല്ലേ ഈ ചേലക്കരയുടെ വികസനം.
എൻ്റെ നാട്ടുകാരനോ അല്ലെങ്കിൽ ഞാൻ തോന്നൂർക്കരക്കാരിയാണ്. കാരണം എൻ്റെ വീട് തോട്ടേക്കോടാണ്, ഇത് തോന്നൂർക്കരയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളെല്ലാവരും കണ്ടു പരിചയമാണെങ്കിൽ ചെയ്തത് ഇപ്പം സാർ എനിക്കൊരു ഉപകാരം ചെയ്ത് ഞാൻ മറക്കരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ആയാലും എനിക്കതിന് ദൈവമേ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട സമയത്ത് ഈ സാറേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും വേണം. ഇതൊരു നാടിന് ചെയ്യുന്ന ഉപകാരം എന്നുള്ളത് വോട്ടർമാരെ സ്വാധീനിക്കുന്നു. അല്ല, ഒരു വ്യക്തിക്ക് ചെയ്യാണെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ചെയ്യണം. അതിന് ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു MLAക്കോ സാധിക്കില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാടിനെയാണ് അവർ സേവിക്കുന്നത്. ഈ നാടിലുള്ള ഇപ്പോൾ ഇവിടെ 9 പഞ്ചായത്തുണ്ട്. ഈ 9 പഞ്ചായത്തിൽ ഓരോ വ്യക്തിക്ക് ഈ രാധാകൃഷ്ണനോ UR പ്രദീപിനോ ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് ഏറ്റക്കുറച്ചിലുകളായിട്ട് പോകും. ആ സ്ഥാനത്ത് ഈ 9 പഞ്ചായത്തിനെയും കറക്റ്റായിട്ട് നന്മയ്ക്ക്, നീതിക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ രാധാകൃഷ്ണൻ യുവ പ്രദീപിനെ കഴിച്ചിട്ടുള്ള വ്യക്തികളെ ഈ മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്യൂ, വരും ചെയ്യൂ. വേറെ ജോലി ടീച്ചറാണ് അല്ലേ? എങ്ങനെ പോകുന്നു ആ ജോലിയും? ഇതൊക്കെ കൂടിയല്ലേ നമ്മുടെ മന്ത്ലി സാലറി, ഈ പറഞ്ഞ ഓണറേറിയം? ഓ, അത് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ്, അതായത് നമ്മുടെ കേന്ദ്രത്തിൻ്റെ. അപ്പം ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്കുള്ള ഓണറേറിയം, അതായത് ഞങ്ങൾക്ക് ശമ്പളം എന്ന് പറയാൻ പാടില്ല. അതെ, ഞാനത് ഓണറേറിയം. സ്റ്റേറ്റിലും കൂടിയിട്ടില്ലേ സർക്കാർ, സംസ്ഥാന സർക്കാർ? എല്ലാം കൂടെ കേരള ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ തരുന്നത് ഞങ്ങൾക്ക്. അവർ കുറച്ചാണ് തരുന്നത്, കാരണം അവിടെകളിലൊക്കെ കൂലിയും ശമ്പളമൊക്കെ കുറവാണെന്ന്. ഉത്തരേന്ത്യയിൽ അപ്പം ഞങ്ങളെപ്പോഴും രാധയെ കാണുമ്പോൾ പറയും, എന്നോട് മൊമ്മോറാണ്ട് തന്നിട്ട് ഒരു കാര്യമില്ല, എനിക്ക് പറയാനേ പറ്റുമെന്ന് രാധാകൃഷ്ണൻ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ടല്ലേ കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം? 12,000, 13,000, മറ്റവർക്ക് 9,000. സ്റ്റേറ്റുകളിലൊന്നും ഇതില്ലെന്നാണോ? മറ്റേ സ്റ്റേറ്റുകളിൽ ഇല്ല, ഇത്രയില്ല, കുറവാണ്. കേരളത്തിലാണ് കൂടുതൽ. ഏതായാലും സന്തോഷമല്ലേ ചേലക്കര ഏതായാലും വോട്ടിലേക്ക് പോകുമ്പോൾ ചേലക്കരയുടെ ഇപ്പോഴത്തെ ആ ഒരു രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ UR പ്രദീപിനൊപ്പം നിൽക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്. അത് കേവലമായി പറഞ്ഞു പോകുന്നതല്ല. അപ്പോൾ ആശുപത്രിയിലേക്കൊക്കെ പോയി മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞല്ലേ, മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ചേലക്കര ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മളോട് സംസാരിച്ചത്. ഇത് കേവലം ഒരു താല്പര്യത്തിൻ്റെ, ഇപ്പോൾ കെ രാധാകൃഷ്ണനോടോ അല്ലെങ്കിൽ UR പ്രദീപിനോടോ ഉള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന കേവലമായ വാക്കുകളല്ല, തികഞ്ഞ ബോധ്യത്തോടെ ഒരു നാടിൻ്റെ മാറ്റത്തെ സംബന്ധിച്ച് അവർ പറയുന്ന ഓരോ വാക്കും നമുക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കൂടിയാണ്. സാലി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സാലി, നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അധികം ആളുകളോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ചേലക്കര എങ്ങനെ ചിന്തിക്കുന്നു, ചേലക്കരയുടെ മനസ്സെന്താണ് എന്നറിയാൻ കഴിയുന്ന വളരെ ശക്തമായ പ്രതികരണങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ സാലിയും കേട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഉറപ്പായിട്ടും. അതായത് ഇത് ഈ പ്രദേശത്തെ ഒരു പൊതുവികാരമാണ്. ഒന്ന് പൊളിറ്റിക്സ്, മറ്റൊന്ന് കെ രാധാകൃഷ്ണനുമായിട്ടുള്ള ആത്മബന്ധം. അത് കെ രാധാകൃഷ്ണന്റെ പിന്തുടർച്ചാവകാശി എന്ന പ്രദീപിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ ഒരു വളരെ ശ്രദ്ധേയമായ രീതിയിൽ പകർന്നു കിട്ടി. രാഷ്ട്രീയവും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഇപ്പോൾ രാധാകൃഷ്ണനോടുള്ള ഒരു ഇഷ്ടം പ്രദീപിലേക്ക് അതുപോലെ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് അതിനൊരു കാരണമുണ്ട്. പൊളിറ്റിക്സ് മാറ്റി നിർത്തിയ വ്യക്തിപരമായി ഏതാണ്ട് ഒരേ സ്വഭാവക്കാരാണ് രണ്ടുപേരും. വളരെ നൈർമല്യം പെരുമാറ്റത്തിലും നിലപാടുകളിലും ഒക്കെ സൂക്ഷിക്കുന്ന കർക്കശമായ രാഷ്ട്രീയ നിലപാടുകൾ മനസ്സിലും പുറത്തും സൂക്ഷിക്കുമ്പോഴും അത് ഉറക്കെ പറയുമ്പോഴും വ്യക്തി ജീവിതത്തിലും വ്യക്തിപരമായ സൗഹൃദങ്ങളിലും അവർ സൂക്ഷിക്കുന്ന നൈർമല്യം ജനങ്ങൾക്കിടയിൽ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു അത് സാലി പറഞ്ഞ പോലെ അത് ഏറ്റവും കൂടുതൽ ഇവിടെ തിരിച്ചറിയുന്നത് ശക്തമായ പ്രചാരണമൊക്കെ നടത്തുമ്പോഴും UDF തന്നെയാണ്. UDFന് നന്നായി അറിയുകയും ചെയ്യാം. അതിനെ മറികടന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ കാര്യമല്ല. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അവർ സൂചിപ്പിച്ചതുപോലെ പേരെടുത്ത് പറയാണ്, കെ കരുണാകരൻ മുതൽ KK ബാലകൃഷ്ണൻ മുതൽ അതുപോലെ MP താമി അടക്കം ഇവരെല്ലാവരും, KR നാരായണൻ അടക്കം സ്മരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഇവരെല്ലാം ഉണ്ടായിരുന്ന ഒരു ചേലക്കര ഇന്നത്തെ ചേലക്കരയായി മാറുന്നതിന് പിന്നിലുള്ള ആ ഒരു രാഷ്ട്രീയമായ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ, അതിൽ തന്നെ അതിൻ്റെ വക്താക്കളായി നിന്ന ജനപ്രതിനിധികളുടെ പങ്കാളിത്തം, ഇതിലുള്ള വലിയ വിശ്വാസം, അത് അടിയുറച്ച വിശ്വാസമാണ്. അത് അങ്ങനെ ഇളക്കാൻ കഴിയുന്നതല്ല എന്ന തിരിച്ചറിവ് ഇടതുപക്ഷത്തിൻ്റെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അടക്കം വിശകലനം ചെയ്തുകൊണ്ട് ഈ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം കുറെ കൂടി ശക്തമായി നിൽക്കുമെന്ന് ഏറെക്കുറെ കാര്യമായി മനസ്സിലാക്കുന്ന എനിക്ക് തോന്നുന്നു UDF തന്നെയാവും. പല കാരണങ്ങളുണ്ട്. ഒന്ന് ഈ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം, മറ്റൊന്ന് ഈ മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ വന്നതിന് ശേഷം നടന്നിട്ടുള്ള വികസന പ്രവർത്തനം, അത് ആശുപത്രി, ആരോഗ്യരംഗമാവട്ടെ, വിദ്യാഭ്യാസമാവട്ടെ, ഗതാഗത സംവിധാനമാകട്ടെ, പാലങ്ങളാവട്ടെ. അപ്പോൾ ഒരു നാട് സ്വാതന്ത്ര്യ
സമരകാലം മുതൽ മയന്നൂർ പാലത്തെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസ് പ്രമേയം പാസാക്കിയതാണ് മയന്നൂർ പാലം വേണം എന്നുള്ളത്. പക്ഷേ അത് നടപ്പാവുന്നത് 1996 ശേഷം ഒരു ഇടതുപക്ഷ MLA വന്നതിന് ശേഷം അവിടെയാണ് ഈ മണ്ഡലവും ഇടതുപക്ഷവും തമ്മിലുള്ള ബോണ്ടിങ് അത് വരുന്നത്. അത് UDF നന്നായി മനസ്സിലാവും. പക്ഷേ മത്സരം വളരെ ശക്തമായി കാര്യമായി പ്രചാരണ രംഗം മുന്നോട്ട് പോയി. അതെല്ലാം ഇന്ന് തീരുകയാണ്. അപ്പോൾ ഇന്ന് പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ രാവിലെ മുതൽ കണ്ടുവന്ന ചേലക്കരയുടെ ഒരു ഫൈനൽ മൂഡാണ് രാവിലെ പ്രേക്ഷകരിലേക്ക് ഞാനും സാലിയും കൂടെ ഈ ചേലക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് എത്തിച്ചത്. ഇവിടെ നിന്ന് വൈകുന്നേരം തത്സമയം വളരെ സജീവമായി ഇനിയുള്ള മണിക്കൂറുകളിലും വൈകുന്നേരവും കലാശക്കൊട്ടിൻ്റെ എല്ലാ ചിത്രങ്ങളും എല്ലാ ദൃശ്യങ്ങളും തത്സമയം കൈരളി ന്യൂസിലൂടെ കാണുകയും ചെയ്യാം. കാവ്യ. ഓക്കെ, ശരതേട്ടനൊപ്പം തന്നെ സാലിക്ക, രണ്ടുപേരും വളരെ സമഗ്രമായി തന്നെ ഇന്നത്തെ കുട്ടിക്കലാശത്തിന്റെ ക്രമീകരണങ്ങൾ മറ്റു മുന്നൊരുക്കങ്ങളും ഒക്കെയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. നേരത്തെ നമ്മൾ ചേലക്കരയിൽ നിന്ന് കണ്ടതാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം രാവിലെ മുതൽ തന്നെ ചേർന്നു. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷകളൊക്കെയും പങ്കുവച്ചു.